everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 53rd lecture on recovery and refund of income tax, which is a subject for semester 3 students of BCom, tax procedures and practices. In previous lecture, we were discussing about collection of tax at source, and in this lecture, we are going to continue with the same topic, that is collection of tax at source. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് അഥവാ TCSന്റെ റേറ്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. Now we are going to discuss duties of tax collector. ടാക്സ് കളക്ടറിൻ്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Duties of tax collector. The amount so collected by the seller etc. shall be paid to the credit of the central government as under. നമ്മൾ TCSന്റെ എമൗണ്ട് സെല്ലർ ഉൾപ്പെടെയുള്ള ടാക്സ് കളക്ടേഴ്സ് കളക്ട് ചെയ്യുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ സെല്ലർ ഉൾപ്പെടെയുള്ള ടാക്സ് കളക്ടേഴ്സ് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് TCS ഇനി പറയുന്ന പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ടതാണ്. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ റൂൾ 37CA. And the first one is tax collected by an office of the government. ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസ് കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ കേസാണ് നമുക്ക് നോക്കാം. ടാക്സ് ഈസ് പെയ്ഡ് വിത്തൗട്ട് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻകം ടാക്സ് ചെല്ലാൻ ഓൺ ദ സെയിം ഡേ. അതായത് ഇൻകം ടാക്സ് ചെല്ലാൻ പ്രൊഡ്യൂസ് ചെയ്യാതെയാണ് ടാക്സ് പേ ചെയ്യുന്നതെങ്കിൽ ഈ കളക്ട് ചെയ്ത എമൗണ്ട് ഓഫ് ടാക്സ് ഓൺ ദ സെയിം ഡേ സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്യണം. Tax is paid accompanied by an income tax challan within 7 days from the end of the month in which the collection is made. അതായത് ഇൻകം ടാക്സ് ചെല്ലാനോട് കൂടിയാണ് ടാക്സ് പേ ചെയ്യുന്നത് എങ്കിൽ ഈ എമൗണ്ട് ഓഫ് ടാക്സ് കളക്ഷൻ നടത്തുന്ന മന്ത് ഏതാണോ ആ മന്ത് കഴിഞ്ഞ് വരുന്ന 7 ഡേയ്സിനുള്ളിൽ ഈ കളക്ട് ചെയ്ത എമൗണ്ട് ഓഫ് ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്തിരിക്കണം. ക്ലിയർ? നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ കേസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇതിൽ ഇൻകം ടാക്സ് ചെല്ലാൻ പ്രൊഡ്യൂസ് ചെയ്യാതെ ടാക്സ് പേ ചെയ്യുന്ന കേസും ഇൻകം ടാക്സ് ചെല്ലാൻ അക്കമ്പനി ചെയ്തുകൊണ്ട് ടാക്സ് പേ ചെയ്യുന്ന കേസും ഡിസ്കസ് ചെയ്തു. ഈ രണ്ട് സിറ്റുവേഷൻസിലും TCSൻ്റെ എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് നടത്താനുള്ള ടൈം ലിമിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് കേസ് ഇസ് അതർ കളക്ടേഴ്സ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് അല്ലാതെ മറ്റേതെങ്കിലും കളക്ടേഴ്സ് കളക്ട് ചെയ്യുന്ന TCSൻ്റെ കേസാണ്. നമുക്ക് നോക്കാം. ദ എമൗണ്ട് ഷാൾ ബി പെയ്ഡ് വിത്തിൻ 7 days ഫ്രം ദ എൻഡ് ഓഫ് ദി മന്ത് ഇൻ വിച്ച് കളക്ഷൻ ഈസ് മെയ്ഡ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് അല്ലാതെ മറ്റേതെങ്കിലും കളക്ടേഴ്സ് കളക്ട് ചെയ്യുന്ന TCSൻ്റെ എമൗണ്ടിൻ്റെ കേസിൽ ഏത് മന്തിലാണോ ഈ TCSൻ്റെ എമൗണ്ട് കളക്ട് ചെയ്തത് ആ മന്ത് കഴിഞ്ഞ് വരുന്ന 7 ഡേയ്സിനുള്ളിൽ കളക്ട് ചെയ്ത TCSൻ്റെ എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്തിരിക്കണം. ഡ്യൂട്ടീസ് ഓഫ് ടാക്സ് കളക്ടറിൽ കളക്ട് ചെയ്ത TCSൻ്റെ എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്യുന്ന കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് കളക്ട് ചെയ്യുന്ന TCSൻ്റെ എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്യുന്ന കേസും അതർ കളക്ടേഴ്സ് കളക്ട് ചെയ്യുന്ന TCSൻ്റെ എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്യുന്ന കേസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ടാക്സ് കളക്ടറിൽ സെക്കൻഡ് വൺ ഇസ് ഹി വിൽ ഡെലിവർ ഓർ കോസ് ടു ബി ഡെലിവേർഡ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഫോം നമ്പർ 27 EQ to the Director General of Income Tax Systems or the person authorized by him within the prescribed time up to 15th July, 15th October, 15th January and 15th May. അതായത് ടാക്സ് കളക്ടർ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സിനോ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഓതറൈസ് ചെയ്യുന്ന ഒരു പേഴ്സണിനോ പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ ഫോം നമ്പർ 27 EQവിൽ TCSൻ്റെ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്സ് ഡെലിവർ ചെയ്യും. ആൻഡ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡെലിവർ ചെയ്യാനുള്ള പ്രിസ്ക്രൈബ്ഡ് ടൈം എന്ന് പറയുന്നത് ഓരോ ക്വാർട്ടർ അനുസരിച്ച് 15th July, 15th October, 15th January ആൻഡ് 15th May എന്നിങ്ങനെ ആയിരിക്കും. ഓക്കെ. He can also deliver a correction statement for any mistake in form number 27 EQ. അതായത് ഫോം നമ്പർ 27 EQവിൽ ഡെലിവർ ചെയ്യുന്ന ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് കറക്ഷൻ സ്റ്റേറ്റ്മെൻറ്റും
ടാക്സ് കളക്ടർ ഡെലിവർ ചെയ്യേണ്ടതാണ്. ഓക്കെ. ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ടാക്സ് കളക്ടറിൽ തേർഡ് വൺ ഇസ് he will furnish a certificate to the buyer or lessee in form number 27D regarding tax collection within 15 days from the due date for furnishing the statement of tax collected at source. അതായത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TCSൻ്റെ സർട്ടിഫിക്കറ്റ് ബയ്യർക്കോ ലെസ്സിക്കോ ഫോം നമ്പർ 27Dയിൽ ഫേണിഷ് ചെയ്യും. ആൻഡ് ഈ TCSൻ്റെ സർട്ടിഫിക്കറ്റ് ഫേണിഷ് ചെയ്യുന്നത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TCSൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 15 ഡേയ്സിനുള്ളിലായിരിക്കും. ഓക്കെ. TCSൻ്റെ സർട്ടിഫിക്കറ്റിനെ പറ്റി നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. The balance of the topic collection of tax at source will continue in the next lecture. Thank you.